Hello, good evening. ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത് +2 ഫിസിക്സ് മൂവിങ് ചാർജസ്. ദിസ് ഈസ് ദി സെക്കൻഡ് ക്ലാസ്. Already taken one class regarding this subject and this is the balanced topics in this particular chapter. And it is based on the NCERT text chapter 4. In many entrance books it is written as the magnetic properties of electric current, or it is the moving charges. So, കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞതിൻ്റെ കണ്ടിന്യൂവേഷൻ. അടുത്ത പോയിന്റ് നമുക്ക് പഠിക്കാനുള്ളത് ക്രോസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്താണ്? ക്രോസ്ഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. വാട്ട് ഇസ് ദാറ്റ് കൺസെപ്റ്റ്? ഫോർ വാട്ട് പർപ്പസ് ഇറ്റ് ഈസ് യൂസിങ്? ഒരു എക്സാമ്പിൾ ഇവിടെ നമുക്ക് നോക്കി വെക്കാം. എ ചാർജ് പ്ലേറ്റ്, എ പോസിറ്റീവ് പ്ലേറ്റ് ആൻഡ് എ നെഗറ്റീവ് പ്ലേറ്റ്. രണ്ട് ഇലക്ട്രോഡുകൾ ഇങ്ങനെ വെച്ചിരിക്കുന്നു. ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യുന്നു. പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു. ഇവിടെ ഞാനൊരു ചാർജ്ഡ് പാർട്ടിക്കിൾ വയ്ക്കുന്നു, സേ ഇലക്ട്രോൺ. ഇലക്ട്രോണിനെ വെച്ച് കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോണിനെ വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് ടു ഇലക്ട്രോൺ? മനസ്സിലായോ? ഇലക്ട്രോൺ ഈസ് മൂവിങ് ദിസ് ഡിറക്ഷൻ. An electron which is capable of moving forward. അതെന്താണെന്ന് നമുക്ക് അറിയേണ്ട കാര്യമില്ല. ബട്ട് ഐ എം പ്ലേസിങ് എ പ്ലേറ്റ് ഹിയർ. സോ ഫ്രം ദി ആക്ച്വൽ ട്രാക്ക് ഇതിലൂടെ പോകേണ്ടിയിരുന്ന ഇലക്ട്രോൺ, നേരെ പോകേണ്ടിയിരുന്ന ഇലക്ട്രോൺ, ഒരു ഇലക്ട്രോൺ ഗണ്ണിൽ നിന്ന് ഇലക്ട്രോണിനെ നേരേക്ക് വിടുകയാണ്. ആ സമയത്ത് ഞാനൊരു പവർ സപ്ലൈറ്റ് കണക്ട് ചെയ്യുന്നു. ദിസ് ഇലക്ട്രോൺ ഹാസ് എ ടെൻഡൻസി ടു ബെൻഡ് ഡൗൺവേർഡ്സ്, അല്ലേ? ഇപ്പോൾ നോക്കി, ഈ പോസിറ്റീവ് ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യുമ്പോൾ ഇലക്ട്രോണിൻ്റെ ട്രാക്ക് പതുക്കെ ഇങ്ങനെ വളയാൻ തുടങ്ങും. ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ് ഇലക്ട്രോൺ ഗ്രാജുവലി ബെൻഡ്സ് ഡൗൺവേർഡ്. ഈ പിക്ചറിൽ പോസിറ്റീവ് പ്ലേറ്റ്. ഇനി ഞാൻ പറയാണ്, ഇതേ സമയത്ത് അപ്പോൾ നമുക്ക് ഞാനിവിടെ വരയ്ക്കുകയാണെങ്കിൽ ലോറൻസ് ഫോഴ്സ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, ലോറൻസ് ഇലക്ട്രിക് ഫോഴ്സ് താഴേക്കാണ്. അതുകൊണ്ടാണ് പാർട്ടിക്കിൾ താഴേക്ക് പോകുന്നത്. ഇതേ സമയത്ത് ഞാൻ ഈ റീജിയനിൽ ഇവിടെ തന്നെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൂടി കൊടുക്കുന്നു. അത് ഇങ്ങനെയാണ് മാഗ്നറ്റ് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഇലക്ട്രിക് പ്ലേറ്റ് വയ്ക്കുമ്പോൾ ഇങ്ങനെ മാഗ്നറ്റിക് പ്ലേറ്റ് വയ്ക്കുന്നു 90 ഡിഗ്രിയിൽ. ഇതിനെ വിളിക്കുന്ന പേരാണ് ക്രോസ് ചെയ്ത് വയ്ക്കുക, ക്രോസ്ഡ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ്. സിമ്പിൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരയ്ക്കും. ഒരു ഇലക്ട്രിക് ഫീൽഡും ഇങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡും വരച്ചാൽ ഇറ്റ് ഈസ് എ സിമ്പിൾ ഓഫ് ദി ക്രോസ്ഡ് ഇലക്ട്രിക് ഫീൽഡ്. പിക്ചറുകളിലൊക്കെ ആവശ്യം വരും. ക്രോസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് വന്നു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? അത് നമുക്ക് പഠിക്കേണ്ടത്. ഇത്തിരി വർഷം പഠിച്ച കൺസെപ്റ്റാണ്. മാഗ്നറ്റിക് ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? ഞാൻ മാഗ്നറ്റിക് ഫീൽഡിന് ഉള്ളിലേക്കാണ് കൊടുക്കുന്നത്. അതായത് അവിടെ പോസിറ്റീവ് പ്ലേറ്റും ഇവിടെ പോസിറ്റീവ് പ്ലേറ്റും നോർത്ത് പോളും, ഇവിടെ നോർത്ത് പോളും, ബാക്കിൽ സൗത്ത് പോൾ ആണെങ്കിൽ നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് ഫീൽഡ് പോകുന്നു. അപ്പോൾ ഫീൽഡിനെ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഈ റീജിയനിൽ കൊടുത്തിരിക്കുന്ന ഫീൽഡിനെ ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നു. ഇങ്ങനെ വരച്ചാൽ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഫീൽഡ് ഈസ് ഗോയിങ് ടു ദി ബോട്ട്. ഈ ഫീൽഡ് ഉണ്ടാക്കുന്ന ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? വി ഹാവ് ടു യൂസ് ദി ലെഫ്റ്റ് ഹാൻഡ് റൂൾ, അല്ലേ? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ചല്ലേ നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാറ്. അപ്പോൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഒന്ന് മനസ്സിലോർത്ത് വെക്കൂ. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ, അല്ലെങ്കിൽ വേണ്ട, ഞാൻ കുറച്ചും കൂടി എളുപ്പം. ഓക്കെ, ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഇത്തിരി ബുദ്ധിമുട്ടാണ് പ്ലസ് വരച്ച് കഴിഞ്ഞാൽ. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അനുസരിച്ച് ഫസ്റ്റ് ഫിംഗർ ഫീൽഡ് ഡിറക്ഷൻ ബോർഡിൻ്റെ അകത്തേക്ക് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ചെയ്യണം. ഞാൻ ചെയ്യുന്നു ഫസ്റ്റ് ഫിംഗർ ഫീൽഡിൻ്റെ അകത്തേക്ക്, സെക്കൻഡ് ഫിംഗർ കറണ്ടിൻ്റെ ഡിറക്ഷനിലേക്ക്. കറണ്ട് എങ്ങോട്ടാണ് പോകുന്നത്? ഇലക്ട്രോൺ ഇങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ കറണ്ടിനെ എപ്പോഴും നമ്മൾ എങ്ങനെ പറയാം? ഓപ്പോസിറ്റ് ടു ഇലക്ട്രോൺ. അപ്പോൾ ഞാൻ ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ വെച്ചു. ഓക്കെ, മനസ്സിലായോ? ഇങ്ങനെ വെച്ചിരുന്നു. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഫോഴ്സ് എങ്ങോട്ടാണ്? ഡൗൺവേർഡ്. അപ്പോൾ ഇലക്ട്രോണിന് താഴേക്ക് ഒരു ഫോഴ്സ് താഴേക്ക് വരുന്നു. മനസ്സിലായോ? താഴേക്ക് ഒരു ഫോഴ്സ് വരുന്നത്. ഞാൻ ഒന്നുകൂടി പറയാം. ഫസ്റ്റ് ഫിംഗർ ഫീൽഡിൻ്റെ ഡിറക്ഷനിൽ ഇങ്ങോട്ട് വെച്ചു, അല്ലെങ്കിൽ അത് പുറത്തേക്ക് വയ്ക്കുക. അപ്പോൾ കുറച്ചുകൂടി എളുപ്പമുണ്ട് പഠിക്കാനായിട്ട്. പുറത്തേക്ക് വന്ന് ഇങ്ങനെയാണ് കുത്തിടുക. ഇതിൻ്റെ അർത്ഥം ബോർഡിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ഞാനിങ്ങനെ നിൽക്കാം. അപ്പോൾ മനസ്സിലാവുണ്ടോ നോക്കി നോക്കൂ. ഫസ്റ്റ് ഫിംഗർ ഫീൽഡ് ബോർഡിൽ നിന്ന് നിങ്ങളുടെ നേർക്ക്. സെക്കൻഡ് ഫിംഗർ കറണ്ട് എങ്ങോട്ടാണ്? ഇലക്ട്രോൺ അങ്ങോട്ട് പോകുകയാണെങ്കിൽ എപ്പോഴും ഓർക്കുക, ഫ്ലെമിങ്സ് റൂളിൽ ഇലക്ട്രോൺ അങ്ങോട്ട് പോകുകയാണെങ്കിൽ കറണ്ട് എപ്പോഴും എതിരെയാണ്. അപ്പോൾ ഇലക്ട്രോൺ അങ്ങോട്ട് പോകുമ്പോൾ കറണ്ട് ഇങ്ങോട്ട്. അപ്പോൾ ഞാൻ എൻ്റെ രണ്ടാമത് സെക്കൻഡ് ഫിംഗർ ഇങ്ങോട്ട് പിടിച്ചു.
ഈ ക്യാമറയിൽ ശരിക്കും മനസ്സിലാവുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഫസ്റ്റ് ഫിംഗർ നേരെ, സെക്കൻഡ് ഫിംഗർ ഇങ്ങോട്ട്. ഇപ്പോൾ തമ്പ് എങ്ങോട്ടാണ്? മുകളിലേക്ക്. തമ്പ് മുകളിലേക്ക്, അതിൻ്റെ അർത്ഥം ഫോഴ്സ് മുകളിലേക്കാണ്. അപ്പോൾ ഈ ഇലക്ട്രോണിന് മുകളിലേക്ക് ഒരു ഫോഴ്സ് ഉണ്ടാക്കും. മുകളിലേക്ക് ഉണ്ടാകുന്നത് ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സ്. ഫോഴ്സ് ഓഫ് മാഗ്നറ്റിസം ഗിവൺ ബൈ BQV. ക്രോസ് പ്രൊഡക്റ്റ് തന്നെ BQV. ലോറൻസ് ഇലക്ട്രിക് ഫോഴ്സ് ഉണ്ടാകുന്നത് EQ. ഇപ്പോൾ ഒരു പാർട്ടിക്കിളിന് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഫോഴ്സ് ഉണ്ടായി. നെറ്റ് ഫോഴ്സ് എങ്ങോട്ടാണോ അങ്ങോട്ട് പാർട്ടിക്കിൾ നീങ്ങും. ഈ ഫോഴ്സാണ് കൂടുതലെങ്കിൽ, QE കൂടുതലാണെങ്കിൽ അത് താഴേക്ക് വരും. BQV ആണ് കൂടുതലെങ്കിൽ അത് മുകളിലേക്ക് പോകും. എന്താണ് ഇതിന് ഇത്ര ഇമ്പോർട്ടൻസ്? ഒരു റയർ ഒക്കേഷൻ വരെയാണ്. ഈ ബോത്ത് ഫോഴ്സ് ആർ ഐഡന്റിക്കൽ, ഈക്വൽ, വീണ്ടും പാർട്ടിക്കിളിന് എന്ത് സംഭവിക്കും? ഇലക്ട്രിക് ഫോഴ്സിനെ താഴേക്ക് പിടിച്ചെടുക്കും, മാഗ്നറ്റിക് ഫോഴ്സിനെ മുകളിലേക്ക് പിടിച്ചെടുക്കും. രണ്ട് ഫോഴ്സ് ഈക്വൽ ആണെങ്കിൽ ഈ പാർട്ടിക്കിൾ നേരെ തന്നെ പോകും. ഈ പാർട്ടിക്കിൾ നേരെ തന്നെ പോകും. അതും എന്തിനാ? നമ്മൾ ഇത്ര വിഷമിച്ചിട്ട് നേരെ പോകുകയായിരുന്നല്ലോ പാർട്ടിക്കിൾ. അല്ലെങ്കിൽ തന്നെ പാർട്ടിക്കിൾ നേരെ പോകുമായിരുന്നു. തമാശല ചെയ്യുന്നത്. അല്ലെങ്കിൽ തന്നെ പാർട്ടിക്കിൾ നേരെ പോകുമായിരുന്നു. ഞാൻ ഇലക്ട്രിക് പ്ലേറ്റ് വെച്ചു, മാഗ്നറ്റിക് പ്ലേറ്റ് വെച്ചു, എന്നിട്ട് അയാൾ എന്തിനാ നേരെയാക്കണേ? അപ്പോൾ ഞാൻ പറയുന്നു, ഇലക്ട്രിക് പ്ലേറ്റും മാഗ്നറ്റിക് പ്ലേറ്റും ക്രോസ് ചെയ്ത് വെച്ചാൽ ഒരൊറ്റ ടൈപ്പ് പാർട്ടിക്കിൾ മാത്രമേ നേരെ പോവുകയുള്ളൂ. ബാക്കിയുള്ളൊക്കെ വളഞ്ഞു പോകും. അതാരായിരിക്കും? ഫോർ എ പർട്ടിക്കുലർ പാർട്ടിക്കിൾ ദിസ് ടു വിൽ ബി ഈക്വൽ. അതിലിപ്പോൾ പറഞ്ഞേ മുകളിലേക്ക് താഴേക്ക് ഈക്വൽ ആകുന്നു, ക്യാൻസൽ ചെയ്യുന്നു. അപ്പോൾ ഒന്ന് എഴുതി നോക്കിയൊക്കെ, EQ ഈക്വൽസ് BQV. Q വെട്ടിപ്പോയി കഴിഞ്ഞാൽ വെലോസിറ്റി ഈക്വൽസ് E/B. അപ്പോൾ ഇവിടെയുള്ള പാർട്ടിക്കിളിലെ വെലോസിറ്റി ഈക്വൽസ് E/B ഉള്ള പാർട്ടിക്കിൾ, ആ പാർട്ടിക്കിൾ മാത്രമാണ് നേരെ പോകുക. ബാക്കിയുള്ളവർക്ക് ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ചെരിഞ്ഞോണ്ടിരിക്കും. ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയുള്ള പാർട്ടിക്കിൾ, പല പാർട്ടിക്കിളിൽ നിന്ന് ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയുള്ള പാർട്ടിക്കിൾ നമ്മൾ ഐസൊലേറ്റ് ചെയ്യുന്നു, വിച്ച് ഇസ് കോൾഡ് വെലോസിറ്റി സെലക്ടർ. ആ വെലോസിറ്റിയുള്ളവർ മാത്രം നേരെ പുറത്തേക്ക് വന്നു. അപ്പോൾ ഒരു വെലോസിറ്റി സെലക്ടറിൽ ഏത് വെലോസിറ്റിയാണ് പുറത്ത് വരിക? E/B. നമ്മൾ കൊടുത്ത ഇലക്ട്രിക് ഫീൽഡും കൊടുത്ത മാഗ്നറ്റിക് ഫീൽഡും. ക്രോസിൻ്റെ ഡിറക്ഷൻ മാറിക്കഴിഞ്ഞാൽ ക്യാൻസലേഷൻ നടക്കില്ല. അപ്പോൾ ക്യാൻസൽ ചെയ്യണമെങ്കിൽ എന്ത് വേണം? പോസിറ്റീവ് അടിയിൽ നെഗറ്റീവ് മുകളിൽ. ഇങ്ങനെ വയ്ക്കുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ബോർഡിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പോലെ. ഇപ്പോൾ ഫ്ലെമിങ്സ് റൂൾ വെച്ച് നമ്മളിങ്ങനെ പറയുന്നു. ഓക്കെ, വെലോസിറ്റി സെലക്ടർ പല ന്യൂക്ലിയർ ഫിസിക്സിലെ പല ഇൻസ്ട്രുമെൻറ്റുകളിലും ഹൈ വെലോസിറ്റിയിലുള്ള പാർട്ടിക്കിളിനെ, ഒരു പ്രത്യേക വെലോസിറ്റിയുള്ള പാർട്ടിക്കിളിനെ കണ്ടുപിടിക്കുന്നതിന് ഇത് ഉപയോഗിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങളുള്ളത്. പല സിറ്റുവേഷനുകളിൽ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? പല സിറ്റുവേഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? വി ഹാവ് ടു ഗോ ത്രൂ മെനി സിറ്റുവേഷൻസ്. എൻട്രൻസ് പരീക്ഷകളിൽ കാലാകാലമായി ചോദിച്ചു വരുന്ന ഒരു 5-10 സിറ്റുവേഷനിലൂടെ നമുക്ക് കടന്നു പോകാം. ബെറ്റർ ടു സ്റ്റഡി ദി മെത്തേഡ് ഓർ ഫോർമുല. ന്യൂമറിക്കൽ ഫോർമുല ഏറ്റവും കൂടുതൽ ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരുന്ന ഒരു ഏരിയയാണിത്. ഓക്കെ, നൗ ഒന്നാമത്തെ നമ്മൾ നേരത്തെ പഠിച്ച തന്നെ ബിയോട്ട് സവേർട്ട് ലോ. അവിടെ എന്താ പറയുന്നത്? ഒരു ചെറിയ എലമെൻ്റ് ആണെങ്കിൽ ഇതാണ് ഒന്നാമത്തെ സിറ്റുവേഷൻ. മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഗിവൺ ബൈ μ0/4π. ഞാൻ μ0 എഴുതുന്നു ബിക്കോസ് ഇറ്റ് ഇസ് ഇൻ ദ അസംപ്ഷൻ ദാറ്റ് ഇറ്റ് ഇസ് എയർ. ബാക്കി എന്തെങ്കിലും മീഡിയ ആണെങ്കിൽ μ0 മാറ്റിയതാണ്. ഇൻറ്റു IdL sin θ ഡിവൈഡഡ് ബൈ r². ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഇതാണ് ലൈൻ സെഗ്മെന്റ് എങ്കിൽ, ഇവിടെയാണ് പോയിന്റ് എങ്കിൽ, ദിസ് വിൽ ബി ദി r, ദിസ് വിൽ ബി ദി θ. Then dl is the length. But this is valid for a infinitely small conductor. So practically ഇത് കണ്ടുപിടിക്കൽ വേണ്ട എളുപ്പമൊന്നുമല്ല. തീറ്റയ്ക്ക് കണ്ടുപിടിക്കാൻ വിഷമമാണ്. Now come to the next one. ഒരു രണ്ടാമത്തേത്, സ്മോളിന് പകരം കുറച്ച് നീളമുള്ള കണ്ടക്ടർ. A conductor of finite length, say 1 meter conductor, half meter conductor, 10 centimeter conductor, and we have to find the magnetic field at this point. ഇവിടുത്തെ B ആണ് നമ്മളോട് ചോദിക്കുന്നത്. And this distance is, say, ഇവിടെ എഴുതിയപ്പോൾ തന്നെ R. R is the distance. Okay, so it will be μ0I by 4πr into sin θ1 plus sin θ2. ആരാണ് θ1 θ2? നമ്മൾ വിചാരിച്ച പോയിന്റിൽ നിന്ന് രണ്ടറ്റത്തേക്ക് വരയ്ക്കാം. So this angle will be θ1 and this angle will be θ2. So we are getting θ1 and θ2. So we can use this particular formula for a finite conductor.
ഇപ്പോൾ കണ്ടക്ടറിൻ്റെ നീളം കിട്ടി, നമ്മൾ ഈ പോയിന്റും കിട്ടിക്കഴിഞ്ഞാൽ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് ലൈൻ വരയ്ക്കുന്നു. ആ ലൈനാണ് R. രണ്ട് എൻഡിലേക്ക് വരയ്ക്കുന്നു. എൻട്രൻസ് തിരിച്ച് മറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. നോക്കൂ, ഒരിക്കലും ഇങ്ങനെ ചോദിച്ചിരിക്കുന്നു, 1 മീറ്റർ വയർ, ഇവിടെ ഒരു പോയിന്റ്, മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണ്? ഉടനെ ഞാൻ ഈ ദൂരം തന്നിട്ടുണ്ട്, 1 മീറ്റർ, 1 മീറ്റർ ലെങ്ത് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ലൈൻ വരയ്ക്കണം. ഈ ലൈൻ വരച്ചിട്ടപ്പോൾ ഇത് 60 ഡിഗ്രി കിട്ടിയെന്ന് എഴുതാം. ഇങ്ങോട്ട് ലൈൻ വരയ്ക്കാനില്ല, കണ്ടക്ടർ ഇല്ല. സോ വാട്ട് വിൽ ബി we can write this θ1 equals 60 and θ2 equals 0 because nothing to this side, and we can substitute here as mu 0 I by 2 pi r into sin 60. So by simply measuring the angle we can calculate it at any point. Okay, then മൂന്നാമത്തേത്, അപ്പോൾ ഫൈനൈറ്റ് ലെങ്ത്. സപ്പോസ് ഇറ്റ് ഈസ് ഇൻഫൈനൈറ്റ് ലെങ്ത്, ദാറ്റ് ഈസ് ദി തേർഡ് പാർട്ട്. The conductor is of infinite length. നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റുള്ളൂ, ഇൻഫൈനൈറ്റ് ലെങ്ത്. ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് ദി ഡിസ്റ്റൻസ്, ദി മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ ഡിസ്റ്റൻസ് R. സോ ഇവിടെ നമ്മൾ പറയുന്നത് ഇതിൻ്റെ ലെങ്ത് കൂടുന്തോറും നമുക്കൊരു ചെറിയ അസംഷനാണ്. സപ്പോസ് ദിസ് ഈസ് ദി പോയിന്റ്, വരയ്ക്കാൻ എളുപ്പത്തിനാണ് കേട്ടോ. ഇതല്ലേ θ1. ഓക്കെ, ഈ ലെങ്ത് കൂടി എന്ന് എഴുതാം. So θ1 increases. If the length increases, θ1 increases. And if it is infinite long, what happens to θ1? θ1 കൂടി വന്ന് എത്രയായിരിക്കും? It will tend to, അല്ലേ, ആദ്യം say 60 degree, then 70 degree, 80 degree, just like this goes on. And suppose this is the concept. ഇത്രയ്ക്കാണെങ്കിൽ this angle will be approximately 90 degree. So for infinite conductor, both the angle will be 90 degree. θ1 is 90, θ2 is 90. So that is the third question. മൂന്നാമത്തേത് mu 0 B equals mu 0 I by 4 pi r into sin 90 plus sin 90. That is 1 plus 1. This get cancelled. So mu 0 I by 2 pi r. ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടി വരിക. ഒരു കണ്ടക്ടർ, ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് എത്ര? ലോങ് കണ്ടക്ടർ വിച്ച് പെർമിറ്റ്സ് എ ലോങ് കറന്റ്, then what will be the magnetic field at a particular point? So that will be given by simple equation mu 0 I by 2 pi r. Infinitely long ആണെങ്കിൽ, small ആണെങ്കിൽ ഇത് ഉപയോഗിക്കണം. Okay, now next one is the ഇതിൽ തന്നെ ഇതിൻ്റെ അടുത്തൊരു വെർഷൻ. what it is, suppose we have a long conductor and a point lies on this way. ഇവിടെയാണ് പോയിന്റ് എടുക്കുന്നത്, in the track of current. The point is in the track of current. അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ in the track of current ആണ് വരുന്നതെങ്കിൽ, in the track of current വരികയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് will be 0. സീറോയുടെ കാര്യം ഇത്രയേ ഉള്ളൂ, നമുക്ക് ലൈൻ ഇവിടേക്ക് സെൻറ്ററിലേക്ക് വരയ്ക്കാൻ തന്നെ പറ്റുന്നില്ല, അല്ലേ? ലൈൻ നമുക്ക് സെൻറ്ററിലേക്ക് വരയ്ക്കാനേ പറ്റുന്നില്ല. ആൻഡ് സോ വി വിൽ അസ്യൂം ദാറ്റ് ദർ ഇസ് നോ, ഈ തീറ്റ എത്രേ വരിക ഇങ്ങനെ അസ്യൂം ചെയ്ത് പോയി കഴിഞ്ഞാൽ തന്നെ വി ക്യാൻ റൈറ്റ് ദാറ്റ് തീറ്റ, ഇതൊരു വല്ലാത്ത ചോദ്യമാണ്. തീറ്റ 180 എന്നൊക്കെ പറയുന്നവരുണ്ട്. തീറ്റ ഈ പോയിന്റിലേക്ക് ഇവിടുന്ന് ലൈൻ വരച്ച് കഴിഞ്ഞാൽ 0 ഡിഗ്രി ഉണ്ടാകുക, ഈ പോയിന്റിലേക്ക് ഇവിടുന്ന് ലൈൻ വരച്ചാൽ 180 ഡിഗ്രിയാണ് കിട്ടുക എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ അസ്യൂം ചെയ്യാം. പക്ഷെ അതൊന്നും അത്ര കറക്റ്റ് അല്ല. നമ്മൾ ഇത്രയും വിചാരിച്ചാൽ മതി, സെയിം ലൈനിലെ മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി 0. ദർ ഇസ് നോ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ഇൻ ദി സെയിം ലൈൻ. ഓക്കെ, എൻ്റെ ഒരു മാത്തമെറ്റിക്കൽ പ്രൂഫിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് വിചാരിക്കാം. ഇത് മിക്സ് ചെയ്ത് പരീക്ഷ ചോദിക്കാറുണ്ട്. ഇതാ ഇപ്പോൾ ഇങ്ങനൊരു കാരിയർ ഇൻ ദി ഫോം ബെൻഡഡ്. ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എത്ര? ഇതൊക്കെ എൻട്രൻസിൽ ഒരുപാട് തവണ ചോദിച്ച് തെളിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എന്താ? അപ്പോൾ നമ്മൾ 2 പീസ് കറണ്ട് ഇങ്ങനെ പോകണം. ഈ പീസോടുള്ള ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യണം, ഈ പീസോടുള്ള ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ പറയുന്നു ഒന്നാമത്തെ പീസ്, രണ്ടാമത്തെ പീസ്.
ബി ഒന്നാമത്തെ പീസ് കൊണ്ടുള്ള ബി 0 സെയിം ലൈൻ. രണ്ടാമത്തെ പീസ് കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ആംഗിൾ കിട്ടണം, തീറ്റ. അപ്പോൾ നമ്മൾ ഇന്ന് ബി 2 എത്ര വരുന്നത്? mu 0 I by four pi d, mu 0 I by 4 pi d, 4 pi r, r is equal to 4 pi r. r എന്നാണ് ഈ ദൂരമായിരിക്കും, ഈ കാരിയർ ഈ ദൂരമായിരിക്കും, ഇൻറ്റു മുകളിലേക്കുള്ള ആംഗിൾ ഇല്ല, sin 0 പ്ലസ് sin തീറ്റ. ഇവിടുന്ന് ഇങ്ങോട്ട് മുകളിലേക്ക് ആംഗിൾ വരയ്ക്കാനായിട്ട് there is no angle. അപ്പോൾ ഫസ്റ്റ് ആംഗിൾ 0 എടുത്തു, 0 എടുത്തു, സെക്കൻഡ് ആംഗിൾ തീറ്റ എടുത്തു, mu 0 I by 2 pi r. അപ്പോൾ r എന്ന് പറയുന്നത് ഈ ദൂരം. അപ്പോൾ അത് പലവിധത്തിൽ ചോദിക്കും. ഒരു ലോങ് കമ്പി എടുത്തു, സെൻറ്റർ ബെൻഡ് ചെയ്തു, ഇവിടെ എത്ര ഫീൽഡ്, ഇവിടെ എത്ര ഫീൽഡ്, വി ക്യാൻ കാൽക്കുലേറ്റ് ഈസിലി ബൈ ദിസ് മെത്തേഡ്, പീസ് ആയിട്ട്. നെക്സ്റ്റ് ഈസ് ദി സർക്കുലർ കോയിൽ. മറ്റൊരു പ്രധാനപ്പെട്ട, അപ്പോൾ ഈ ഫോർമുല ഓർക്കട്ടെ, mu 0 I by 2 pi r. സ്ട്രേറ്റ് കാരിയറിന് mu 0 I by 2 pi r. സർക്കുലർ ആണെങ്കിൽ എത്രയായിരിക്കും? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സർക്കുലർ ആണെങ്കിൽ എത്രയാണ് വരിക? സർക്കുലർ കോയിൽ ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുള്ളത്. സർക്കുലർ കോയിലിൻ്റെ സെൻട്രിയോടെ വരയ്ക്കുന്ന ഈ ലൈനെ ആക്സിസ് എന്ന് വിളിക്കും. ആക്സിസിൽ എവിടെ വേണമെങ്കിൽ ആകാം പോയിന്റ്, അല്ലേ? ഇങ്ങനെ വേണമെങ്കിൽ വരയ്ക്കാൻ. ഇതാണ് ആക്സിസ്. എവിടെ വേണമെങ്കിൽ പോയിന്റ് വരാം, സേ അറ്റ് എ ഡിസ്റ്റൻസ് എക്സ്. സെൻറ്ററിൽ നിന്ന് ആക്സിസ് മാത്രം നമുക്ക് പഠിക്കാനുള്ളൂ. എക്സ് അകലത്തിലുള്ള ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ എത്രയായിരിക്കും അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ്? ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ബൈ mu 0 I r square divided by 2 into r square plus x square all raised to 3 by 2. ഇത് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ഒന്നും എൻട്രൻസിൽ ചോദിക്കാറില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ പവർ കാണുക പിന്നെ 3 by 2 കാണുന്നത് എളുപ്പമല്ല. ബട്ട് ഇങ്ങനെ ഇക്വേഷൻസ് പോലെയൊക്കെ ഇത് ചോദിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം. സെൻറ്ററിൽ നിന്ന് ആക്സൽ ലൈനിൽ എക്സ് മീറ്റർ അകലെ മാഗ്നറ്റിക് ഫീൽഡ് ബി ഈക്വൽസ് mu 0 I r square. കോയിലുമേ കൂടുതൽ ടേൺസ് ഉണ്ടെങ്കിൽ n ടേൺസ് ഉണ്ടെങ്കിൽ ഇൻറ്റു n, 2 ടേൺസ് ഉണ്ടെങ്കിൽ ഇൻറ്റു 2, കാരണം ഓരോ ടേൺ ഉണ്ടാക്കുന്ന വാല്യൂ ആണിത്, ഓരോ ടേൺ ഉണ്ടാക്കുന്ന വാല്യൂ ആണിത്. ഒന്നിൽ കൂടുതൽ ടേൺസ് ഉണ്ടെങ്കിൽ വി വിൽ യൂസ് ഇറ്റ് മോർ. ഓക്കെ, നൗ ദി നെക്സ്റ്റ് കൺസെപ്റ്റ്. അടുത്തത് സെൻറ്ററിൽ അപ്പോൾ എത്രയായിരിക്കും? ഇവിടെയാണെങ്കിൽ സെൻറ്ററിലാണെങ്കിൽ ഇത് എത്രയാണ് വരിക? ചോദ്യം മനസ്സിലായോ? ആക്സിസ് കൊണ്ടൊന്നും പോകണില്ല, കൃത്യം ഒരു സർക്കുലർ കോയിൻ്റെ സെൻറ്ററിൽ എത്രയായിരിക്കും? അപ്പോൾ എക്സിൻ്റെ വില 0, ഈ പോയിന്റ് വരെ ഇവിടെ പോയിന്റ് എങ്കിൽ എക്സിൻ്റെ വില 0. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇതങ്ങ് പോകും. ഇത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ r square raised to 3 by 2 will be r cube. r cube r square വെട്ടിക്കളഞ്ഞാൽ അടിയിലൊരു r. സോ ഇറ്റ് വിൽ ബി mu 0 I by 2r എന്ന് വരും. ഓർക്കാൻ എളുപ്പമാണ്. സ്ട്രേറ്റ് ലൈൻ കൊണ്ടുണ്ടാകുന്ന മാഗ്നറ്റിസം mu 0 I by 2 pi r. കർവ്ഡ് ലൈൻ കൊണ്ട് സെൻറ്ററിൽ ഉണ്ടാകുന്ന mu 0 I by 2r. mu 0 I by 2r. സെൻറ്റർ മാത്രമേ ചോദിക്കാറുള്ളൂ. ഇതിന് കോമ്പിനേഷൻ ചോദിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഇങ്ങനൊരു വയർ, ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എത്ര? ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എത്ര? വയറിനുള്ള 3 സെഗ്മെൻ്റ് ആക്കി തിരിച്ചു. ഈ സെഗ്മെൻറ്റ് കാരണം എന്തോ ഇൻ ലൈൻ ആയ കാരണം അപ്പോൾ B1 അല്ലെങ്കിൽ 1 2 3, B1 ഈക്വൽ 0. ഇയാൾ ഇവിടെ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് 0. ഇയാൾ ഇവിടെ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് 0, കാരണം സെയിം ലൈനാണ്, അല്ലേ? അപ്പോൾ B3 0. B2 സർക്കുലർ കോയിൽ ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ്, സർക്കുലർ കോയിൽ ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് അതെത്രയാണ് വരിക? ഫുൾ സർക്കിൾ ഉണ്ടാക്കുന്നത് mu 0 I by 2r, ഹാഫ് സർക്കിൾ ഉണ്ടാക്കുന്നത് mu 0 I by r. Total magnetic field will be 0 plus mu 0 I by
ആർ മനസ്സിലായല്ലോ. മൊത്തം 2r ആണെങ്കിൽ ഹാഫ് സർക്കിൾ ഉണ്ടാക്കുന്നത് r+0. ഇങ്ങനെ പീസായിട്ട് ഇത് ആഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. ഓക്കെ, നൗ കം ടു ദി നെക്സ്റ്റ് പോയിന്റ്. ഇനിയുള്ളത് സോളിനോയിഡ്. രണ്ടെണ്ണം കൂടിയാണ് ഈ ഒരു ഏരിയയിലുള്ളത്. വൺ ഈസ് സോളിനോയിഡ്. സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോയിൽ ഇങ്ങനെ ചുറ്റി വയ്ക്കുന്നു. സർക്കുലർ കോയിൽ എന്ന് പറഞ്ഞാൽ മീതയ്ക്ക് ചുറ്റുമ്പോൾ സർക്കുലർ കോയിൽ, റിങ് പോലെ ചുറ്റിട്ട് ഇങ്ങനെ വലിക്കുക, സ്പ്രിങ് പോലെ. അതിന് വിളിക്കുന്ന പേരാണ് സോളിനോയിഡ്. കോയിൽ ഇങ്ങനെ ചുറ്റിയിരിക്കുന്നു. ഒരു കമ്പിയുമല്ലോ, ഒരു ഇരുമ്പിൻ്റെ റോഡുമല്ലോ, അല്ലെങ്കിൽ എയറിലാകാം. പേപ്പറിൻ്റെ റോൾ എടുത്തിട്ട്, ബാരൽ പോലെ പേപ്പർ എടുത്തിട്ട് നമ്മൾ ചുറ്റി വെച്ചാൽ എയർ. അപ്പോൾ നമ്മൾ എയർ കോർ എന്ന് വിളിക്കും. അല്ലെങ്കിൽ അയൺ കോർ, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ചുറ്റിക്കോ, അല്ലെങ്കിൽ അതായത് ഇങ്ങനെ ഈ പാന പോലെ സാധനം എടുക്കുക, നമുക്ക് കമ്പി ഇങ്ങനെ ചുറ്റി വയ്ക്കാം. സോളിനോയിഡ്. ഇറ്റ് ഈസ് കോൾഡ് സോളിനോയിഡ്. മനസ്സിലായോ? അപ്പോൾ സർക്കുലർ കോയിലും സോളിനോയിഡും തമ്മിലുള്ള വ്യത്യാസം പഠിക്കണം. സർക്കുലർ കോയിൽ ഇറ്റ് ഈസ് വൗണ്ടഡ് ഓവർ ആൻഡ് ഓവർ, ബട്ട് സോളിനോയിഡ് ഇറ്റ് ഈസ് ഇൻ ലെങ്ത് വൈസ്. ഓക്കെ, ചില സ്ഥലങ്ങളിൽ റിയോസ്റ്റാറ്റ് എന്നൊക്കെ പറയാറുണ്ട്. നിങ്ങളുടെ +2 ലബോറട്ടറിയിൽ റിയോസ്റ്റാറ്റ് എന്നാണ് വിളിക്കുക. അത് തന്നെയാണ് ഈ സെയിം അതിൻ്റെ കോയിൽ പോലുള്ള ഒന്നാണ് സർക്കുലർ കോയിൽ. മീൻസ് ദിസ് സോളിനോയിഡ്. സോളിനോയിഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ്, സോളിനോയിഡിൻ്റെ ഉള്ളിലാണ് മാഗ്നറ്റിക് ഫീൽഡ് ചെയ്യുക. ദി മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഗിവൺ ബൈ ബിക്കോസ് μNI. അവിടെ μ0 ഞാൻ എഴുതുന്നില്ല, കാരണം എയറിലാണ് ചുറ്റിയിട്ടുള്ളെങ്കിൽ μ0, ഇരുമ്പിൻ്റെ മുകളിലാണ് ചുറ്റിയെങ്കിൽ ഇരുമ്പിൻ്റെ μ, പ്ലാസ്റ്റിക് ആണെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ μ ഒക്കെ വേറെയാണല്ലോ. അപ്പം μNI എന്ന് എഴുതുന്നു. ഇവർ ഇസ് എയർ കോർ μ0NI. ഇവിടെ n-ന് വ്യത്യാസമുണ്ട്. n is the number of turns per meter. ടോട്ടൽ ടേൺസ് അല്ല, നമ്പർ ഓഫ് ടേൺസ് പെർ മീറ്റർ. ഇത് മനസ്സിലായോ? സോ ഇൻ എ സോളിനോയിഡ് ബീക്കൽസ് ഓർ എ കോയിൽ, വെറും കോയിൽ എന്ന് പറഞ്ഞാലും മതി, സോളിനോയിഡ് കോയിൽ ഓർ എ കോയിൽ, ദി മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഗിവൺ ബൈ ബീക്കൽസ് μ0NI, where mu is the permeability of the material of the core and n is the number of turns per meter. അത് തെറ്റിക്കാറുണ്ട്, നമ്പർ ഓഫ് ടേൺസ് പെർ മീറ്റർ. ഓക്കെ, എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് ചെറിയ പ്രശ്നമുണ്ട്. ഇതൊന്നും ബോർഡ് എക്സാമിനേഷൻ ഇല്ല, പക്ഷേ എൻട്രൻസ് ചോദിക്കേണ്ട ചെറിയ പ്രശ്നമുണ്ട്. ഇവിടെ നിങ്ങളൊരു മാഗ്നറ്റിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോയിന്റ് മാഗ്നറ്റിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടണം μ0NI വന്നത്. ഇവിടെ മാഗ്നറ്റിക്സ് ഉണ്ടാക്കിയത് ആരാണ്? അതുമേലുള്ള കോയിൽ മാത്രമല്ല, എല്ലാ കോയിലുകളും എല്ലാ ടേണുകളും ഇവിടേക്ക് മാഗ്നറ്റിക്സ് ഉണ്ടാക്കി. ഈ പോയിന്റിന് ലെഫ്റ്റിലുള്ളവരും റൈറ്റിലുള്ളവരും ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്തു, അല്ലേ? ഞാൻ മുന്നിൽ നോക്കുമ്പോൾ ഇങ്ങനെ നിൽക്കുന്ന വര പോലെയാണ് ഇത് കാണുക, കോയിൽ സ്പ്രിങ് ഇങ്ങനെ കാണുന്നു. ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുത്തതിൻ്റെ ഇപ്പുറത്തുള്ളവരെല്ലാവരും ഇവിടെ മാഗ്നറ്റിക്സ് ഉണ്ടാക്കി, ഇപ്പുറത്തുള്ളവരെല്ലാവരും മാഗ്നറ്റിക്സ് ഉണ്ടാക്കി. എല്ലാം കൂടിയാണ് ബീക്കോസ് μ0NI. സപ്പോസ് ഐ എം ടേക്കിംഗ് എ പോയിന്റ് അറ്റ് ദി end of the circular coil. There is contribution from the right side and there is no contribution from the left side. അല്ല, ഈ വശത്ത് ആരുമില്ല, കറണ്ടുകൾ ആരുമില്ല. കറണ്ട് ത്രെഡ് എന്ന് പറയും, നൂല് പോലെ കറണ്ട് കടന്നു പോകുന്ന ത്രെഡുകൾ. ഈ വശത്ത് ആരുമില്ല, ഒരു വശമേ ഉള്ളൂ. സോ ദി മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി ബീക്കൽസ് μ0NI/2 at the edge of the solenoid. Edge of the solenoid it is half. ഒരിക്കൽ പരീക്ഷ ചോദിച്ചാൽ എൻ്റെ ഒരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ എങ്ങനെ വരുന്നത്? ഇതാണ് സോളിനോയിഡിൻ്റെ ആക്സിസിലുള്ള മാഗ്നറ്റിക് ഫീൽഡ്. സെൻറ്ററിൽ നിന്ന് ഞാൻ ഇങ്ങനെ പോകുന്നതോറും മാഗ്നറ്റിക് ഫീൽഡും ഇങ്ങനെ μ0NI ഇവിടം വരെ ഉണ്ട്. അറ്റെത്തുമ്പോൾ പെട്ടെന്ന് അത് ഇങ്ങനെ കുറയും. അറ്റെത്തുമ്പോൾ പെട്ടെന്ന് മാഗ്നറ്റിക് ഫീൽഡ് പകുതിയാകുന്നു. കാരണം ഒരു സൈഡിൽ നിന്നുള്ള സഹായമേ ഉള്ളൂ. മനസ്സിലായോ? μ0NI. ഇതിൻ്റെ ഉള്ളിലെ കോറ് മാറ്റിയിട്ട് എയർ കോറിന് പകരം അയൺ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര വ്യത്യാസം വരും? അയണിൻ്റെ μr അവർ തരും. അപ്പോൾ മ്യൂന് പകരം μ0 μrNI എന്ന് എഴുതണം. μr കോറുകൾ ഇടുന്തോറും മാറ്റും തോറും μr കൂടുന്നു. μr കൂടുമ്പോൾ അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡും കൂടുന്നു. ഈ എഡ്ജ് ഇഫക്റ്റ് വലിയ പ്രശ്നമാണ്. സെൻട്രൽ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് കിട്ടുന്നില്ല, രണ്ട് വശത്തും ഒത്തിരി കുറവാണ്. അത് ഒഴിവാക്കാൻ വല്ല വഴിയുണ്ട? എഡ്ജ് ഇഫക്റ്റ് ഒഴിവാക്കാനായിട്ട് we need magnetic field throughout, same magnetic field throughout the solenoid, and we don't want magnetic field at the edge. അപ്പോൾ ഇത് സോൾവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നൊരു മെത്തേഡ് എങ്ങനെ ചെയ്യാം? മുറിച്ച് കളയാം, അല്ലേ? എഡ്ജ് അങ്ങ് മുറിച്ച് കളയാം, കാര്യമൊന്നുമില്ല. ഇത് മുറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എഡ്ജായി.
എവിടെ എഡ്ജിൽ പകുതി ഉണ്ടാകുള്ളൂ. അപ്പോൾ അത് ഒഴിവാക്കാനുള്ള മാർഗം എഡ്ജ് ഇല്ലാത്ത സോളിനോയിഡ് ഉണ്ടാക്കാം. എഡ്ജ് ഇല്ലാത്ത സോളിനോയിഡ് അതെങ്ങനെ പറ്റുക? എഡ്ജ് ഇല്ലാത്ത സോളിനോയിഡ്. Why can't you the long solenoid? Why can't you bend it to form a circle? ബസ്സിന്റെ ചക്രം പോലെ റീത്ത് എന്നൊക്കെ നമ്മൾ പറയും. പണ്ട് മരിച്ചെടുത്ത് വെച്ചിരുന്ന ഇപ്പോൾ ക്രിസ്മസിന് മിക്കുന്ന റീത്ത് ഇതുമൊ കാഴിച്ചിട്ട് വെച്ചിരിക്കുന്നു. അങ്ങനെ കോയിൽ ഡസൻറ്റ് ഹാവ് എനി എൻഡ്. അപ്പോൾ ഇതിൻ്റെ കോറിൻ്റെ ഉള്ളിൽ എല്ലായിടത്തും സെയിം μ0n9. ദിസ് ഈസ് കോൾഡ് ടൊറോയിഡ്. ഇതിനെ ടൊറോയിഡ് എന്ന് വിളിക്കുന്നു. ടൊറോയിഡ്. ദിസ് ഈസ് കോൾഡ് ടൊറോയിഡ് μ0n9. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. നൗ കം ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഒരു കാരിയറിലൂടെ through one carrier, suppose current passes, a current I passes, I1 passes. Nearby there will be some magnetic field. When the current I1 passes, there will be at this point, there will be a magnetic field because given by μ0 I by 2 pi r. μ0 I by 2 pi r. ഒന്നിൽ കൂടുതലെങ്കിൽ n times μ0 I by 2 pi r. ഞാൻ ഇവിടെ രണ്ടാമതൊരു കോയിലുണ്ട്, ഒരു സെയിം ടൈപ്പ് ഒരു വയർ ഇവിടെ വെക്കുന്നു. തിരിച്ചറിയാൻ വേണ്ടി ഇതിനെ ഞാൻ I2 എന്ന് വിളിക്കുന്നു. I2 കറണ്ട് കടന്നു പോകുന്നു. എന്ത് സംഭവിക്കും? I2 എന്ന് പറയുന്ന ഈ കാരിയർ ഇരിക്കുന്നത് ഓൾറെഡി I1 ഉണ്ടാക്കിയ മാഗ്നറ്റിക് ഫീൽഡിലാണ്. ചോദ്യം മനസ്സിലായോ? I1 ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കി, ഫസ്റ്റ് ലൈൻ ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കി, ആൻഡ് ഓൺ ദാറ്റ് ലൈൻ, ഓൺ ദാറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ദി സെക്കൻഡ് ലൈൻ ഈസ് പാസിംഗ്. ഓൺ ദാറ്റ് മാഗ്നറ്റിക് ഫീൽഡ് സെക്കൻഡ് ലൈൻ ഈസ് പാസിംഗ്. ഓക്കെ, അപ്പോൾ എന്തുണ്ടാകും? മാഗ്നറ്റിക് ഫീൽഡിൽ ഉണ്ടാകുന്ന കാരിയറിന്മേൽ ഒരു ഫോഴ്സ് ഉണ്ടാകുമെന്ന് നമ്മൾ പഠിച്ചു. മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്ന കാരിയറിന്മേൽ ഒരു ഫോഴ്സ് ഉണ്ടാകും. എന്ത് ഫോഴ്സ്? എഫ് ഈസ് ഗിവൺ ബൈ BIL. എഫ് ഈസ് ഗിവൺ ബൈ BIL. അപ്പോൾ ഇതിന്മേലുണ്ടാകുന്ന ഫോഴ്സ് എത്രയാണ്? ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ്, ഇവിടുത്തെ കറണ്ട്, ഇതിൻ്റെ ലെങ്ത്. അപ്പോൾ നമുക്ക് എഴുതാം ഫോഴ്സ് ഈക്വൽസ് BIL. ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ μ0 I by 2 pi r. അപ്പോൾ ഞാൻ തിരിച്ചറിയാൻ I1, ഇവിടുത്തെ കറണ്ട് I2L. മനസ്സിലായോ? അപ്പോൾ ഇതിങ്ങനെ വന്നു μ0 I1 I2L divided by 2 pi r. ഫോഴ്സ് ബിറ്റ്വീൻ ടു കാരിയേഴ്സ്. രണ്ട് കറണ്ട് കണ്ടക്ടിങ് കാരിയേഴ്സ് തമ്മിൽ കറണ്ട് കടന്നു പോയാൽ ഒരു ഫോഴ്സ് ഉണ്ടാകും. ആ ഫോഴ്സിൻ്റെ വില ഇതാണ്. ഇത് ഇയാൾ അവിടെ ഉണ്ടാക്കിയ ഫോഴ്സ് ആയാലും അവിടെ നിന്ന് ഇങ്ങോട്ട് ഉണ്ടാക്കിയ ഫോഴ്സ് ആയാലും സെയിം വാല്യൂ തന്നെയാണ് കിട്ടുക. അപ്പോൾ ദാറ്റ് ഈസ് ഇമ്മെറ്റീരിയൽ. ഫോഴ്സ് അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് എന്നുള്ളത് ഇമ്മെറ്റീരിയലാണ്. വെൻ ദേ മേക്ക് എ ഫോഴ്സ്, ഇറ്റ് വിൽ ഫോഴ്സ് ഇസ് ഗിവൺ ബൈ μ0 I1 I2L ഡിവൈഡഡ് ബൈ 2 pi n, 2 pi r. R not in separation is R. And what is nature of force? Attractive ആണോ റിപ്പൾസീവ് ആണോ? സോ ദിസ് വിൽ ബി അട്രാക്റ്റീവ്. അപ്പോൾ അതിൻ്റെ റൂള് നമ്മളിങ്ങനെ പറയും, സെയിം ഡിറക്ഷൻ അല്ലെങ്കിൽ സെയിം കറണ്ട് അട്രാക്ഷൻ, ഓപ്പോസിറ്റ് കറണ്ട് റിപ്പൾഷൻ. ഇങ്ങനെ ഏതാ കാരണം? മാഗ്നറ്റിസത്തിലെ മറ്റേ യൂണിറ്റ്, മറ്റേ കാര്യം എന്താണ്? സെയിം പോൾസ് റിപ്പൾസ്, ഓപ്പോസിറ്റ് പോൾ അട്രാക്ട്സ്. ഡുഫേസ് ലോ, സെയിം ചാർജ് റിപ്പൾസ്, സെയിം ഓപ്പോസിറ്റ് ചാർജ് അട്രാക്ട്സ്. ഇവിടെ നേരെ തിരിച്ച് സെയിം കറണ്ട് attracts, opposite current repels. അപ്പോൾ the force between these two will be repulsion. If current in one direction is reverse, പറയുന്ന നെഗറ്റീവ് കറണ്ട് ആകും. So the answer will be negative. That means it is of repulsion. Negative force means repulsion. Positive force means attraction. Okay, let's see next question. ഇനി now pass to the next question. That is called the electrical equilibrium. Electrical, ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എല്ലായിടത്തും? ഈ ഒരു പറയുന്ന പർട്ടിക്കുലർ കൺസെപ്റ്റ് കണ്ടിട്ടുണ്ടോ? പോലോ നിങ്ങൾ ഇങ്ങനെ നമ്മുടെ പവർ സ്റ്റേഷനിൻ്റെ അടുത്തൂടെ കാട്ടിലൂടെയൊക്കെ പോകുമ്പോൾ
പവർ സ്റ്റേഷനുകളുടെ അടുത്തേക്കൊക്കെ പോകുമ്പോൾ ഹെവി പവർ ലൈനുകൾ വരുന്ന കാണാം. വീടുകളുടെ അവിടെ ഒന്നും അങ്ങനെ കാണില്ല, പക്ഷെ പിന്നെ പവർ സ്റ്റേഷനിൽ നിന്ന് വലിയ ലൈനുകൾ വരുന്ന കാണാം. 2000 kV 20,000 kV എന്നൊക്കെ പറഞ്ഞ് വരുന്ന ലൈൻസ്. അത് നോക്കിയാൽ കുറേ അകലം ഉണ്ടാകും കമ്പികൾ തമ്മിൽ. എന്തുകൊണ്ടാണ് ഈ കമ്പികൾ തമ്മിൽ ഇത്ര അകലിടുന്നത്? അത് എത്ര അകലം വേണം? എൻ്റെ ചോദിച്ചുള്ള ചോദ്യമാണ്. ഇനിയും ചോദിക്കാൻ ചോദ്യമാണ്, ആ അകലം എന്തിനാണ്? അകലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പി തമ്മിൽ ഡിസ്റ്റൻസ് ഉണ്ടാവും. കമ്പി ഇങ്ങനെ തൂങ്ങിക്കെടുക്കണം, സാഗിങ് അല്ലേ? ഒരു സ്ഥലത്തും ഇലക്ട്രിക്കൽ വയർ വലിച്ചു കെട്ടുന്നില്ല, വലിച്ച് ടൈറ്റ് ആക്കിയിട്ട് ഇങ്ങനെ വലിച്ചു കെട്ടണമെന്നില്ല. ഹെവി ലൈൻസൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്. അതിന് കാരണം അതാണ്. ഈ തൂക്കിയിട്ടില്ലെങ്കിൽ എന്തുണ്ടാകും വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒന്നാലോചിച്ച് നോക്ക്, ഇതിങ്ങനെ തൂക്കിയിട്ടിരിക്കണം ഇങ്ങനല്ലേ. ശരിക്കും ഇത് വരയ്ക്കാൻ പറ്റില്ല, 3 dimension എഫക്റ്റ് കിട്ടുന്നുണ്ട്. ഇങ്ങനെ തൂക്കിയിട്ടിട്ടുള്ള 2 വയറുകളാണ്. കറണ്ട് ഒരേ ഡിറക്ഷനാണ് വരിക അല്ലേ? ഇടുക്കി സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് കറണ്ട് വരുന്നു. കറണ്ട് വരുന്നതോടുകൂടി ഇവർ തമ്മിലൊരു അട്രാക്ഷൻ ഫോം ചെയ്യും. ഹൈ വോൾട്ടേജാണ്, അട്രാക്ഷൻ ഫോം ചെയ്യും. അപ്പോൾ ഇങ്ങനെ തൂങ്ങിക്കെടുക്കുന്ന വയറിങ്ങനെ വളഞ്ഞ് ഇങ്ങനെയാക്കും. ഇതിങ്ങനെ സാഗിങ് പോയിന്റിൽ നിന്ന്. ഇത് മനസ്സിലായി എന്ന് വെച്ചാൽ എനിക്ക് വലിയ പിടിയില്ല. ഞാൻ ഇങ്ങനെ വയർ കൊണ്ട് കാണിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി സംതിങ് ലൈക്ക് ദിസ്. നോക്കൂ, ഐ ഷോ വിത്ത് ദിസ് വയർ. ഇതിങ്ങനെ ടൈറ്റാക്കി പിടിക്കാറില്ല, കുറച്ചിങ്ങനെ തൂക്കിയിടും. ഇലക്ട്രിക് വയർ നോക്കിയാൽ തൂക്കിയിടും. ഇതിങ്ങനെയും കിടക്കില്ല, കറക്റ്റ് നല്ല ഭംഗിയിൽ എടുക്കും കേട്ടോ. ഇതിനെയാണ് സാഗിങ് എന്ന് പറയുന്നത്. കറണ്ട് വരുമ്പോൾ ഇവർ തമ്മിൽ ഇയാളും അടുത്ത ആളും തമ്മിൽ അട്രാക്ഷൻ വരുമ്പോൾ ഇയാൾ ഇതിങ്ങനെ ഇങ്ങോട്ട് വളഞ്ഞ് ഇങ്ങനെയാക്കും. അടുത്ത ആളും ഇങ്ങനെ വളയും. അപ്പുറത്താളും ഇപ്പുറത്താളും വളഞ്ഞ് കൂട്ടിമുട്ടാൻ വല്ല വഴിയുണ്ടോ നോക്കും. അപ്പോൾ കൂട്ടിമുട്ടിയാലേ തീപിടുത്തം ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ഇലക്ട്രീഷ്യന്മാർ അല്ലെങ്കിൽ അതിൻ്റെ ടെക്നീഷ്യന്മാർ എന്ത് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ വളഞ്ഞാലും ഇവർ കൂട്ടിമുട്ടാത്ത ഗ്യാപ്പ് താഴേക്ക് എത്ര സാഗ് ചെയ്ത് കിടക്കുന്നുണ്ട്. മിഡിൽ പോയിൻ്റ് താഴേക്ക് 50 സെൻറ്റിമീറ്റർ സാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരുമ്പോൾ സൈഡിലേക്ക് 50 സെൻറ്റിമീറ്റർ, ഇപ്പോഴത്തെ ആളും സൈഡിലേക്ക് 50 സെൻറ്റിമീറ്റർ. അപ്പോൾ കൂട്ടിമുട്ടല്ലേ? അപ്പോൾ 1 മീറ്റർ, 1 മീറ്ററിനേക്കാൾ കുറച്ചുകൂടി ദൂരം കൂടുതലുണ്ടെങ്കിൽ ഇയാൾ ഇങ്ങനെ വന്ന് നിൽക്കും, ഇയാൾ ഇങ്ങനെ വന്ന് നിൽക്കും. ദർ വിൽ ബി എ സ്മോൾ ഗ്യാപ്പ്. മനസ്സിലായോ? ഇപ്പോൾ സാഗിങ് 50 സെൻറ്റിമീറ്റർ ആണെങ്കിൽ, സെൻറ്റർ താന്നിട്ടുള്ള 50 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 2 ലൈനുകൾ തമ്മിലുള്ള ഗ്യാപ്പ് 2 times 1 മീറ്ററിനേക്കാൾ 100 സെൻറ്റിമീറ്ററിനേക്കാൾ കുറച്ച് കൂടുതൽ വേണം. 100 സെൻറ്റിമീറ്റർ ആയാലും അവർ കൂട്ടിമുട്ടും, അതിനേക്കാൾ കുറഞ്ഞാലും കൂട്ടിമുട്ടും. അതുകൊണ്ടാണ് പവർ ലൈൻസ് ഇങ്ങനെ തൂക്കിയിടുന്നതിൻ്റെ കാരണം. ഇനി നന്നായി ടൈറ്റാക്കി വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടുപേരും അട്രാക്ഷൻ കാരണം അത് വലിഞ്ഞു പൊട്ടും. അപ്പോൾ ടൈറ്റ് ആക്കലത്ര എളുപ്പമല്ല. അത് നമ്മൾ മെക്കാനിക്സിൽ പഠിക്കും. ഒരു വയറും 2 പോളുകളുടെ ഇടയിൽ ടൈറ്റ് ആക്കാൻ പറ്റില്ല. ദി ഫോഴ്സ് വിൽ ബി ഗോ ടു ഇൻഫിനിറ്റി. ഇക്വിലിബ്രിയം ഫോഴ്സിൽ കാണുന്നതാണ്. നൗ കം ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ഈ ഒരു വയർ ഇങ്ങനെയുണ്ട്. സപ്പോസ് ഈ വയറിലൂടെ കറണ്ട് കടന്നു പോകുന്നു, വയറിലൂടെ കറണ്ട് കടന്നു പോകുന്നു. മുകളിലൊരു വയറിലൂടെ ഇങ്ങനെയും കറണ്ട് കടന്നു പോകുന്നു. ഇവർ തമ്മിൽ ഫോഴ്സ് ഉണ്ടാകുമല്ലോ. ഇവർ തമ്മിലുള്ള ഫോഴ്സ് ഉണ്ടാകും. ഒരു വയറിൻ്റെ മുകളിലാണ് കേട്ടോ. ഇവർ തമ്മിലുള്ള ഫോഴ്സ് ഉണ്ടാകും. ഇത് കണ്ടാൽ അറിയാം, ഫോഴ്സ് വിൽ ബി എങ്ങോട്ടായിരിക്കും? മുകളിലേക്കായിരിക്കും അല്ലേ? ഫോഴ്സ് വിൽ ബി റിപ്പൾസീവ്, ഓപ്പോസിറ്റ് ഫോഴ്സ്. ഇതിങ്ങനെ നിർത്തിയിരിക്കുകയാണ്. ഈ പീസിന് ഇങ്ങോട്ട് പൊങ്ങിപ്പോകാനുള്ള സാധ്യതകളുണ്ട്. ബട്ട് ഡ്യൂ ടു ഇറ്റ്സ് വെയിറ്റ്, ഇങ്ങനെ നിൽക്കുന്ന ആളുടെ താഴേക്കുള്ള വെയിറ്റ് കാരണം താഴേക്കും വരാം. അപ്പോൾ മുകളിലേക്ക് ഫോഴ്സും താഴേക്ക് mg ഉണ്ട്. ഇഫ് ബോത്ത് ആർ ഈക്വൽ, ഈ ഫോഴ്സ് എത്രയാണ് വരിക? μ0 I1 I2 L by 2πr. μ0 I1 I2 L by 2πr. ഇതാണ് മുകളിലേക്കുള്ള ഫോഴ്സ്. താഴേക്കുള്ള ഫോഴ്സ് mg. If this will be equal, this wire has no tendency to go up or go down. അപ്പോൾ ഗ്രാവിറ്റേഷൻ വെയിറ്റും അപ്വേർഡ് ലോറൻസ് ഫോഴ്സും തമ്മിൽ ബാലൻസ് ചെയ്യുന്നത്. ഇങ്ങനെ കുറേ ബാലൻസിങ്ങുകളുണ്ട്, ഏതൊക്കെയാണെന്ന് ഓർത്തിരിക്കാം. ഇതേ ക്വസ്റ്റൻ ഇങ്ങനെ ചോദിക്കുന്നത്, സ്പ്രിങ്. ഒരു സ്പ്രിങ്ങിലൂടെ കറണ്ട് കടത്തിവിട്ടാൽ എന്തുണ്ടാകും? ഇതാ ഒരു സ്പ്രിങ്ങിൻ്റെ ഒരു പീസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെയും കറണ്ട് അടുത്തടുത്ത് വരുന്നു അല്ലേ? അടുത്തടുത്ത് വരുന്നു. 2 ലൈൻമേ അടുത്തടുത്ത് കറണ്ട് വരുന്നു. ഒരേ ഡിറക്ഷനിൽ കറണ്ട് വരുന്നു. ഇങ്ങനെ ചുറ്റി വീണ്ടും ഇങ്ങനെ ചുറ്റുന്നു. ഇങ്ങനെ എടുക്കുന്ന 2 ലൈൻ ഒരേ ഡിറക്ഷനാണ് സ്പ്രിങ്ങുമായി കറണ്ട് വരിക. സോ ദർ വിൽ ബി അട്രാക്ഷൻ. അട്രാക്ഷൻ ഉണ്ടായി എന്തുണ്ടാകും? സ്പ്രിങ് പതുക്കെ ഈ സ്പ്രിങ് പതുക്കെ ഇങ്ങനെ കൺജസ്റ്റ് ചെറുതാക്കാൻ തുടങ്ങും. സോ ദർ വിൽ ബി അട്രാക്ഷൻ. ഓക്കെ. ഇനി ഇതുപോലെ എന്താണ് ഒരു കറണ്ട് ലൂപ്പ്.
കറണ്ട് ലൂപ്പുകൾ മാഗ്നറ്റിസം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഡിറക്ഷൻ സാധാരണ ചോദിക്കാറുണ്ട്. അതിനൊരു സൂത്രമുണ്ട്, അതാണ് പറയുന്നത്. കറണ്ട് ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിങ്ങിലൂടെ കറണ്ട് കടന്നു പോകുന്നു, അതാകാം. അല്ലെങ്കിൽ ഒരു ഇലക്ട്രോൺ ഒരു സർക്കുലർ ട്രാക്കിൽ കൂടെ കടന്നു പോകും. ദാറ്റ് ഓൾസോ വിൽ മേക്ക് കറണ്ട്, അല്ലേ? അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു മാഗ്നറ്റിസം ഉണ്ടാകും. കറണ്ട് ഇങ്ങനെ കടന്നു പോയ സെൻട്രൽ ഒരു മാഗ്നറ്റിസം ഉണ്ടാകും. എത്രയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ? ദാറ്റ് വിൽ ബി μ0I/2r. മാഗ്നറ്റിസം ഉണ്ടാകും, അല്ലേ? ചാർജ് കടന്നു പോകുമ്പോൾ യെസ്, അതാണ് എന്താ പറഞ്ഞത്? ഒരു സർക്കുലർ കോയിലൂടെ കറണ്ട് പോകുമ്പോൾ μ0I/2r സെൻട്രൽ ഉണ്ടാകുന്നു. ഇൻ വിച്ച് ഡിറക്ഷൻ നമുക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചു നോക്കാം, അല്ലേ? ഇവിടെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞിട്ട്, അല്ലേ? മാഗ്നറ്റിസം ഇലക്ട്രിസിറ്റി മാത്രമേ റൈറ്റ് ഹാൻഡ് തമ്പ് റൂള്. മാഗ്നറ്റിസവും ഇലക്ട്രിസിറ്റിയും ഫോഴ്സും കൂടി വരുമ്പോൾ 3 വരല്ലേ, അല്ലെങ്കിൽ 2 വരല്ലേ. ഞാൻ ഇങ്ങനെ പിടിച്ചു, ഫീൽഡ് ഈസ് കമ്മിങ് ഔട്ട്. കണ്ടില്ലേ? ഇങ്ങനെ പിടിച്ചാൽ ഫീൽഡ് ഈസ് കമ്മിങ് ഔട്ട് വരയ്ക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വരച്ചാൽ ഔട്ടാണ്. അതിന് കാരണം അറിയാം, ഇങ്ങനെ വരച്ചാൽ പുറത്തേക്ക് വരുന്നത്, ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് പോകുന്നത്. അതിന് കാരണം ഞാൻ പറഞ്ഞുതരാം. എൻ്റെ റീസൺ പഠിച്ച ജീവിതത്തിൽ നിങ്ങളത് മറക്കില്ല. ഇന്നതാ കാരണം എന്നുള്ളത് പറഞ്ഞുതരാം. ഏതായാലും ഇത് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇത് ഇങ്ങോട്ട് വരുമ്പോൾ അതുപോലെ തന്നെ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇങ്ങോട്ട് ഓടിക്കഴിഞ്ഞാലും ഇലക്ട്രോൺ മൂവ് ചെയ്ത് കഴിഞ്ഞാലും സെയിം സിറ്റുവേഷൻ. ഫീൽഡ് ലൈൻസ്, മാഗ്നറ്റിക് ലൈൻസ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഈ സൈഡ് എന്ത് പോളായിട്ട് ആക്ട് ചെയ്യും? ഓക്കെ, എന്ത് പോളായിട്ട് ആക്ട് ചെയ്യും? ചോദ്യം മനസ്സിലായല്ലോ? നമ്മളത് നോർത്ത് ആണോ സൗത്ത് ആണോ എന്ന് നോക്കുക. ഞാൻ നോർത്ത് എന്ന് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ 2 എൻഡ് ഇങ്ങനെ അതേ ഡിറക്ഷനിൽ തന്നെയല്ലേ കറണ്ട് പോകുന്ന ഡിറക്ഷന് എന്നിൻ്റെ എൻഡും സെയിം ആണ്. സോ that side will be a north pole and lines will come out from the north pole. Suppose current is moving in the opposite direction. കറണ്ട് ഇങ്ങനെയാണ് പോണേ. എന്നെ എഴുതാൻ പറ്റില്ല, എന്നെ എഴുതിയത് 2 ഓപ്പോസിറ്റ് ആയിപ്പോയി. സോ വിൽ റൈറ്റ് എസ്. ചോദ്യം മനസ്സിലായില്ലേ? അപ്പോൾ വി ക്യാൻ സിംപ്ലി ഫൈൻഡ് വെദർ ഇറ്റ് ഈസ് നോർത്ത് പോൾ ഓർ സൗത്ത് പോൾ, ഓർ യൂസിങ് ദി റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വി ക്യാൻ സേ വെദർ. ഇവിടെ ആകുമ്പോൾ നോക്കൂ, ഈ വിരൽ താഴേക്ക് പിടിക്കുമ്പോൾ കൈ ഇങ്ങനെ പിടിക്കണം. ദാറ്റ് മീൻസ് ദി ഫീൽഡ് ലൈൻസ് ഗോയിങ് ഇൻ ടു ദി ബോട്ട്. ഇൻ ടു ദി ബോട്ട് ആകുമ്പോൾ നമ്മൾ ഇങ്ങനെ വരയ്ക്കും. ഇറ്റ് ഈസ് ഇൻ ടു ദി ബോട്ട്. ഇങ്ങനെ വരച്ചാൽ ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം ദി ബോട്ട്. 2 മിനിറ്റ് എടുത്ത് ഞാൻ ഇത് വന്നത് എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞുതരാം. ഒരു പ്രാവശ്യം അത് മനസ്സിരുത്തി കേട്ടാൽ പിന്നെ മറക്കില്ല. കാരണം അത് എല്ലായിടത്തും ആവശ്യം വരുന്നത്, ഇനി ആവശ്യം വരുന്നതാണ്. ഇതാ ഒരു സാധനം ഇങ്ങോട്ട് പോകുമ്പോൾ നമ്മളിങ്ങനെ വരച്ചല്ലേ, ഏരോ അങ്ങോട്ട് പോകുന്നു, ശരിയല്ലേ? ഇതിന് നമ്മൾ എന്താ വിളിക്കുക? ഏരോ. ഏരോ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പഴയ അമ്പും വില്ലും, പഴയ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന അമ്പും വില്ലും. ശരിക്കും ഏരോ കണ്ടിട്ടുണ്ടോ? അമ്പ് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ടോയ്സ് പോലെ വരുന്നുണ്ട് കൊച്ചുകുട്ടികൾ കളിക്കാനായിട്ട്. അതിനൊരു ഹെഡ് ഉണ്ടാകും, അറ്റം. പിന്നെ ഈ വശത്തായിട്ട് ഇതിങ്ങനെ കുറച്ച് ആൾ നിൽക്കുന്നുണ്ടാവും. ഇതാണ് അമ്പിൻ്റെ സിമ്പിൾ, അല്ലേ? സ്പോക്ക് എന്ന് വിളിക്കും. അതിൻ്റെ ഡിറക്ഷൻ കൺട്രോൾ ചെയ്യാൻ 4 ഉണ്ടാകുക. ഇതുമെന്ന് ഇങ്ങനെ മുകളിലേക്ക് നിൽക്കുന്നത്, താഴേക്ക് വരുന്നത്, ലെഫ്റ്റ് റൈറ്റ്, 4 സ്പോക്കുകളാണ് ഉണ്ടാകുക. അപ്പോൾ നമ്മൾ ഒരു സാധനം അങ്ങോട്ട് പോകുമ്പോൾ ആരും ഇങ്ങോട്ട് വരയ്ക്കുന്നു. ഇതൊന്നും ആരും വരയ്ക്കാറില്ല. ഇങ്ങനെ വരച്ചാൽ ഇങ്ങനെ വരയ്ക്കുന്നു, മുകളിലേക്ക് വരയ്ക്കുന്നു, താഴേക്ക് വരയ്ക്കുന്നു. ഇതെല്ലാവർക്കും മനസ്സിലായി. ബോർഡിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നു. ബോർഡിൽ നിന്ന് നിങ്ങളുടെ നേരെ വരികയാണെങ്കിൽ ആദ്യം ഏതാ കാണുക? അമ്പിൻ്റെ മൊനയാണ് കാണുക, അല്ലേ? അതാണ് നമ്മളിങ്ങനെ വരയ്ക്കുന്നത്. മൊന എന്ന് പറഞ്ഞൊരു കുത്താണ് ആദ്യം കാണുക. കുത്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വരച്ചു. ഇങ്ങനെ വരച്ചു. ഓക്കെ, ഇങ്ങോട്ട് പോകുന്നു, അമ്പ് ഉള്ളിലേക്ക് പോകുന്നു. ഏത് വശം കാണുക? ഇത് ബാക്കിൽ എന്നുള്ള സ്പോക്ക്. 4 സ്പോക്സ് ഉണ്ടാകാന്ന് പറഞ്ഞത് എങ്ങനെയാണ് കാണുന്നത്? ബാക്കിൽ നോക്കുമ്പോൾ പോകുന്ന ഒരു അമ്പിൻ്റെ ബാക്കിൽ നോക്കുമ്പോൾ ഇങ്ങോട്ട് വരണം, 4 പ്ലസ്. അപ്പോൾ ഇത് വരച്ചതിൻ്റെ അർത്ഥം ഇതാ ഇങ്ങനെ അമ്പ് നമ്മൾ കുത്തിയിരിക്കണോ, ബാക്ക് കാണുന്നു. ഇത് വരച്ചർത്ഥം നമ്മൾ ഫ്രണ്ട് കാണുന്നു. അതനുസരിച്ച് നമുക്ക് ഫീൽഡ് ലൈനെ ഡിഫൈൻ ചെയ്യാൻ പറ്റണം. ഓക്കെ, 1-2 കൊച്ചു ചോദ്യങ്ങളോട് കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ നമ്മുടെ കഴിയുന്നു. നോ പാസ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോർക്ക്. ഒരു കറണ്ട് ലൂപ്പ് സാധാരണ സർക്കുലർ റെക്ടാങ്കിൾ ലൂപ്പൊക്കെയാണ് പറയാറ്.
മോട്ടോറിൻ്റെ ഉപയോഗിക്കുന്നതാണ്, അല്ലെങ്കിൽ ഫാൻ ഡൈനമോയിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഒരു കോയിൽ ഇങ്ങനെ ചുറ്റി വെച്ചിരിക്കുന്നു. ചുറ്റിവെച്ച കോയില് ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്ത് വെച്ചാൽ എ റെക്ടാങ്കുലർ ഫ്രെയിം ഓഫ് കോയിൽ ഇഫ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് കറണ്ട് ഈസ് ഗിവൺ. കറണ്ട് കൊടുക്കുന്നു, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡിൽ കോയിൽ ഇരിക്കുന്നു, കറണ്ട് കൊടുക്കുന്നു. then there will be a force. അല്ലേ, നേരത്തെ പഠിച്ചു. ഒരു കാരിയർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഉള്ളിലിരിക്കുന്നു, കറണ്ട് ഉണ്ട്, കാരിയർ ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ കറണ്ട് കാരിയർ ഇൻസൈഡ് എ മാഗ്നറ്റിക് ഫീൽഡ് വിൽ മേക്ക് ഫോഴ്സ്. അതന്നെ ഇവിടെ ഉണ്ടാവുന്നത്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഉള്ളിൽ കാരിയർ വെച്ചിരിക്കുന്നു, കാരിയർ സർക്കുലർ ലൂപ്പാണെന്ന് മാത്രം. അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് കറണ്ട് പോകുന്നു, ഇവിടെ ഇങ്ങോട്ട് പോകുന്നു, ഇവിടെ ഇങ്ങോട്ട് പോകുന്നു, ഇവിടെ ഇങ്ങോട്ട് പോകുന്നു, എല്ലാം കൂടി ചേർത്ത് there will be a rotatory effect. അത്രയും പഠിച്ചാൽ മതി. there will be a rotatory effect. ഇയാളൊന്നും ചെയ്യില്ല, ഇയാൾ അപ്വേർഡ് ആണ്, ഇയാൾ ഡൗൺവേർഡ് ആണ്, ഇയാളുടെ ഫോഴ്സ് ഇങ്ങോട്ടാണെങ്കിൽ ഇയാളുടെ ഫോഴ്സ് അങ്ങോട്ടാണ്. അതൊക്കെയാണ് കാരണം. then that rectangular frame will rotate. A rectangular frame placed inside a magnetic field will rotate. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ടോർക്ക് ചോദിക്കാറുണ്ട്, റൊട്ടേഷണൽ ടോർക്ക്. ഓക്കെ, NABI sin theta. ഓർക്കാം, NAB എന്ന ബി, NABI sin theta. നമ്പർ ഓഫ് ടേൺസ്, ഏരിയ, മാഗ്നറ്റിക് ഫീൽഡ്, I. ശരിക്കും എഴുതുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട്, NABI sin theta. NABI sin theta. Okay. Theta is the angle made by the coil frame. കോയിലിൻ്റെ ഡിറക്ഷനും ഫീൽഡിൻ്റെ ഡിറക്ഷൻ തമ്മിലുള്ള ആംഗിളാണ്. കോയിൽ ഡിറക്ഷനും ഫീൽഡ് ഡിറക്ഷനും തമ്മിലുള്ള ആംഗിളാണ് സൈൻ തീറ്റ. അപ്പോൾ സൈൻ തീറ്റ മാറുന്നതനുസരിച്ച് കറണ്ടിൻ്റെ വില മാറിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇനി ഒരു സാധനം കൂടി ഉള്ളത്, ഒരെണ്ണം കൂടി കഴിഞ്ഞാൽ നിർത്തുകയാണ്. മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ എന്ന് പറയുന്ന കൺസെപ്റ്റ് കഴിഞ്ഞ പ്രശ്നം പറഞ്ഞു. മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന, ഇലക്ട്രിസിറ്റി എടുക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്, മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ, എ ഹൈലി സെൻസിറ്റീവ് ഗാൽവനോമീറ്റർ. അത് ചില ക്വസ്റ്റ്യനുകൾ കയറി വരുമ്പോൾ ഓർക്കുക, ഒരു റെക്ടാങ്കുലർ ഫ്രെയിം ഓഫ് കോയിലാണ് മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ. അത് ഒരു മാഗ്നറ്റിക് ഫീൽഡ്, ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഉള്ളിൽ വയ്ക്കുന്നു, നോർത്ത് സൗത്ത്. കറണ്ട് കൊടുക്കുമ്പോൾ ഇതും ഒരു ടോർക്കുള്ള, കാരണം മോട്ടോർ പോലെ തിരിയില്ല, ടോർക്കുള്ള, അതങ്ങനെയാണ് അതിൻ്റെ കറണ്ട് കൊടുക്കുന്നത്. ഒരു DC കറണ്ട് കൊടുത്താൽ ഈ കോയിൽ പതുക്കെ ഒന്നിങ്ങനെ ടിൽറ്റ് ചെയ്യും. ആംഗിൾ ടേൺഡ് ബൈ ദി കോയിൽ പ്രപ്പോർഷണൽ ടു ദി കറണ്ട് ഓർ I പ്രപ്പോർഷണൽ ടു തീറ്റ. എത്ര കറണ്ട് കൊടുത്തോ അത്ര ആംഗിളിലാണ് തിരിയുക. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുന്നോ, മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ഒരു മാഗ്നറ്റ് ഇങ്ങനെ വെച്ചിരിക്കുന്നു പാരലായിട്ട്. കറണ്ട് കിട്ടിയതിന് വേണ്ടി ഒന്ന് ട്വിസ്റ്റ് ചെയ്യും. ആ ട്വിസ്റ്റിംഗ് ആംഗിൾ അറിഞ്ഞു കഴിഞ്ഞാൽ, ട്വിസ്റ്റിംഗ് ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ I equals theta or I equals K theta. So the current proportional to the twisting angle. ഇപ്പോൾ ട്വിസ്റ്റിംഗ് ആംഗിൾ അളന്നു കഴിഞ്ഞാൽ കറണ്ട് കിട്ടും. ഭയങ്കര സെൻസിറ്റീവാണ്, കറണ്ട് കിട്ടും. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ആംഗിൾ അളക്കുന്നതും നമ്മൾ വളരെ സെൻസിറ്റീവ് ഒരു മെത്തേഡിലാണ്. ഈ ആംഗിൾ അളക്കാൻ അത്ര എളുപ്പമല്ല, പ്രൊട്ടക്ടർ വെച്ച് അളക്കുന്നല്ല ചെയ്യാം. ഈ കോയിലും ഇത് ഇങ്ങനെ ഒരു ത്രെഡ് നിൽക്കുന്നുണ്ടാവും, മോൾ വശം ഉറപ്പിച്ചിട്ട്. ഇതും ഒരു ചെറിയ മിറർ വെച്ചിട്ടുണ്ടാവും. ഡിസ്ക്രിപ്ഷൻ നമ്മൾ ചോദിക്കില്ല, പക്ഷേ മിറർ എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ഓർക്കാൻ വേണ്ടി, പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി പറഞ്ഞു തരുന്ന ഒരു മിററും വെച്ചിട്ടുണ്ടാവും. കോയിൽ നിന്ന് അനങ്ങുമ്പോൾ മിറർ ഒന്ന് വിറയ്ക്കും, അത് പെട്ടെന്ന് കാണാൻ പറ്റും അല്ലേ. മിറർ കോയിൽ അനങ്ങുന്ന ചിലപ്പോൾ അറിഞ്ഞൊന്നും വരില്ല. പക്ഷേ ഞാൻ ഇവിടുന്ന് ഒരു ടോർച്ച് ലൈറ്റ് അടിച്ചു കൊടുക്കും. ഈ ടോർച്ച് ലൈറ്റുമേ വന്ന വെളിച്ചം അടുത്ത ചുമരും വെളിക്കുമെന്നുണ്ടാകും. ഞാൻ ചുമരുമിക്കാൻ നോക്കുന്നത്, ഇത് അനങ്ങുമ്പോൾ ചുമരുമത്തെ നിഴല് അനങ്ങാൻ തുടങ്ങും. ചുമരുമത്തെ നിഴൽ എത്ര നീങ്ങി എന്നറിഞ്ഞു കഴിഞ്ഞാൽ അത് തീറ്റയ്ക്ക് പ്രപ്പോർഷണൽ ആകും. അപ്പോൾ ഞാൻ വീണ്ടും എഴുതുന്നു, ഈ തീറ്റ പ്രപ്പോർഷണൽ ടു ദി ഡിസ്റ്റൻസ്, സ്കെയിലുമത്തെ ഡിസ്റ്റൻസ്. അപ്പോൾ ഒന്നിൽ നിങ്ങൾക്ക് തീറ്റ അളക്കാം, അല്ലെങ്കിൽ ഡി അളക്കാം. അത് വെച്ച് കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതാണ് മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ. അപ്പോൾ ഫോർമുല പഴയ ഫോർമുല തന്നെയാണ്, കറണ്ട് ഈക്വൽസ് NAB ഒക്കെ തന്നെയാണ്. ഓക്കെ, കുറച്ചുകൂടി ഒന്ന് വേണമെങ്കിൽ, കുറച്ചുകൂടി ഇതിലേക്ക് പോയാൽ ഇവിടെ ഉണ്ടാകുന്ന ടോർക്ക് NABI, ഇതും ഉണ്ടാകുന്ന ടോർക്ക് C തീറ്റ. C is the torque per
യൂണിറ്റ് ടെസ്റ്റ് അല്ലെങ്കിൽ കപ്പിൾ പെർ യൂണിറ്റ് ടെസ്റ്റ് കഴിഞ്ഞ വർഷം പഠിച്ചിട്ടാണ്, +1 പഠിച്ചിട്ടുള്ളതാണ്. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും അത്രേ. ഞാൻ ഡീറ്റെയിൽഡ് തിയറിയിലേക്കൊന്നും പോകുന്നില്ല. സോ വിൽ ഗെറ്റ് I = C/NAB തീറ്റ. ആ C/NAB ആണ് K എന്ന് പറയുന്നത്. I = K തീറ്റ. C/NAB is called K തീറ്റ. മനസ്സിലായല്ലോ? ഓക്കെ. ദെൻ ഗാൽവനോമീറ്റർ, കേന ഗാൽവനോമീറ്റർ കോൺസ്റ്റന്റ് എന്ന വാക്കാണ് ഉപയോഗിക്കാറ്. ഇനി ഗാൽവനോമീറ്ററിൽ ഉപയോഗിക്കുന്ന ഒരു വാല്യൂ ആണ് കറണ്ട് സെൻസിറ്റിവിറ്റി. ഗാൽവനോമീറ്ററിൽ ഉപയോഗിക്കുന്ന പ്രത്യേക ഒരു വാക്ക് കറണ്ട് സെൻസിറ്റിവിറ്റി. കറണ്ട് സെൻസിറ്റിവിറ്റിയെ CI എന്ന് എഴുതും. ദാറ്റ് ഈസ് ദി ടെസ്റ്റ് ഫോർ യൂണിറ്റ് കറണ്ട്. തീറ്റ ഡിവൈഡഡ് ബൈ ടെസ്റ്റ് ഫോർ യൂണിറ്റ് കറണ്ട്. തീറ്റ ഡിവൈഡഡ് ബൈ I. തീറ്റ ഡിവൈഡഡ് ബൈ I. ഇത് എവിടെ നിന്ന് കിട്ടും? കറണ്ട് സെൻസിറ്റിവിറ്റി I = C θ/NAB. θ/I. θ/I = ഇവർ പോയ NAB/C. ഈ θ/I നെ വിളിക്കുന്ന പേരാണ് കറണ്ട് സെൻസിറ്റിവിറ്റി. സോ കറണ്ട് സെൻസിറ്റിവിറ്റി = NAB/C. ഇനി കൂടി ഉണ്ട് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി. വോൾട്ടേജ് സെൻസിറ്റിവിറ്റി SV = θ/V. V കിട്ടാനായിട്ട് കറണ്ട് റെസിസ്റ്റൻസ് പോരെ. ഇത് θ/I which will be equal to ഇതോടെ θ/I നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. NAB divided by CR. NAB divided. That is called voltage sensitivity. Voltage sensitivity, current sensitivity, galvanometer constant and I proportional to theta. അല്ലെങ്കിൽ ഡിവിഷൻ തന്നു കഴിഞ്ഞാൽ I proportional to scale method reading, scale reading എങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഓക്കെ, മനസ്സിലായോ? സോ ദിറ്റ് ഈസ് എ കൺസെപ്റ്റ് of galvanometer and that's the end of this particular topic. ഇനി നമുക്ക് MCQ ആണ് ചെയ്യാനുള്ളത്.